ആനക്കര ഗ്രാമപഞ്ചായത്തിന് ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനൊരു ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ 10-25 വർഷമായി വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് പറയാനുള്ളത്. പന്നിയൂർ ചിറയൊക്കെ ടൂറിസം മേഖലയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാല ബോർഡുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും എവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പന്നിയൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തൊട്ട് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ധാരാളം ഭക്തർ വന്നു ചേരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം മേഖലയായി വികസിപ്പിച്ചാൽ ബോർഡിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആനക്കര പഞ്ചായത്തിൽ ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. കാരണം അത് മാത്രമല്ല, പന്നിയൂർ അവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആനക്കര AWHൻ്റെ അവിടേക്ക് പോണ ഒരു വഴിയുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ആ ഒരു ഗ്രൗണ്ട്, അപ്പോൾ അതൊക്കെ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ ആളുകൾക്ക് ഇപ്പോൾ നീള പാർക്കൊക്കെ ചെയ്ത പോലെ തന്നെ അവിടെ നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. തുടക്കക്കാരി എന്ന നിലയ്ക്ക് ഞാൻ അതിനെ പഠിച്ചിട്ട് കൃത്യമായിട്ട് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും നേരത്തെ പറഞ്ഞ നിങ്ങളുടെ കാലയളവിനുള്ളിൽ നിന്നുകൊണ്ട് ശ്രമിക്കും. ഇപ്പോൾ 2 വർഷം ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അലസമായിരുന്നു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞു പോകും. പിന്നെ 2 വർഷം കഴിഞ്ഞില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം സ്വാഭാവികമായിട്ടാണ്. 2 5 വർഷം പെട്ടെന്ന് കഴിഞ്ഞു പോകും, കാലഘട്ടമൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ എത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങളിലേക്ക് ഓരോരോ പുതിയ പദ്ധതികളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും അതിലേക്ക് ഫലം കാണും. നേരത്തെ പറഞ്ഞ പോലെ പന്നിയൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ഹെൽത്ത് പാർക്കിൽ ഇപ്പോൾ വിദേശികളടക്കം വന്ന് സമയം ചെലവഴിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കൂടുതൽ ആളുകളെ ആ മേഖലയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആനക്കര ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര പുരുഷന്മാർക്ക് ജന്മം നൽകിയ പഞ്ചായത്താണ്. MT ആയാലും ശരി, ആനക്കരത്തെ വടക്കത്തായാലും ശരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ട് നമ്മൾ സംസ്ഥാന സർക്കാരിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെ എത്തിയിട്ടില്ല. ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MTയുടെ ഒരു സ്മാരകം എന്നുള്ള നിലയ്ക്ക് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടി അത് തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന അച്യുതൻ കൂടലു എന്ന് പറയുന്ന ഒരു ചിത്രകാരനുണ്ടായിരുന്നു. അപ്പോൾ അത്തരം മഹാന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കൂടി നേടിയെടുക്കുമ്പോൾ തീർച്ചയായും ആനക്കര പഞ്ചായത്ത് സംസ്ഥാനത്തിന് മുന്നിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രസിഡന്റിനും അതുപോലെ തന്നെ പുതിയ ഭരണസമിതിക്കും ബോർഡിനും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആളുകളുടെ സ്വപ്നങ്ങൾ ഇതേപോലെ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ധാരാളം സൃഷ്ടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ എനിക്കിപ്പോൾ നമ്മൾ ചിന്തിക്കണ മാതിരി ആവില്ല. വളരെ നല്ല രീതിയിൽ നാടിന് ഗുണമേകുന്ന പദ്ധതികൾ വിഭാവനം ചെയ്യാൻ ഇതുപോലുള്ള പല ആളുകൾക്കും പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ സാംസ്കാരിക നായകന്മാർ അവരെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ അതൊക്കെ ഏറ്റവും നല്ലൊരു കാഴ്ചപ്പാടാണ്. അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ കിട്ടാൻ സത്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു.